ഇതെല്ലാം പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒരു തരത്തിൽ ഈ മെഡിക്കൽ ഷോപ്പിലെ പാവം ബീഫാം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയ അവരല്ല യഥാർത്ഥ നിങ്ങളല്ല യഥാർത്ഥ കുറ്റക്കാർ. അതും കൂടെ പറയണല്ലേ, അവരുടെ ജീവിതം നമ്മൾ കോടികൾ എടുത്ത് ലക്ഷം കോടികളുള്ള വലിയ വലിയ കമ്പനികൾ, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിനെ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നിനെ, ആ കമ്പനിയുടെ പേര് എല്ലാവർക്കും അറിയാം. നമുക്ക് അങ്ങനെയാണ് ആ കമ്പനിയെ കളിയാക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ആ കമ്പനി ഒരു അസുഖം മാറ്റിയിട്ടില്ല എന്ന് കളിയാക്കി പറയും. ആ കമ്പനി ഏതാണ്? കമ്പനിയുടെ പേര് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കമ്പനി തന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ അസുഖങ്ങൾക്കുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. ഈ എങ്ങനെ നമ്മുടെ ഒരു പുതിയ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്നത്? കോടാനുകോടിയുടെ ചിലവുണ്ട് റിസർച്ചിന്, കോടാനുകോടികളുടെ ചിലവുണ്ട്. അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ മറ്റേ പിപ്പറ്റും ബ്യൂററ്റും 2 ടെസ്റ്റ് ട്യൂബും വെച്ച് ഒരാൾക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. യുറേക്ക എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടാൻ പറ്റില്ല. ഇവിടെ സിൻഡിക്കേറ്റഡ് റിസർച്ചാണ്, കോർപ്പറേറ്റ് റിസർച്ചുകളാണ്, സർക്കാർ സ്പോൺസർ റിസർച്ചുകളാണ്. ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്ന കമ്പനികളെയും അവരുടെ റിസർച്ച് ചെയ്യുന്നവരെയും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. അങ്ങനെ റിസർച്ചും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കോവിഡ് സമയത്ത് ഇപ്പോഴും നമ്മൾ വീട്ടിൽ ഇരുന്നേ. അപ്പം എല്ലാം ഉണ്ട്. അതിലെ ലാഭക്കൊതി, ചില വ്യക്തികളുടെ തെറ്റായ ഡിസിഷൻസ്. ആ കമ്പനി ഏതായിരുന്നു പറഞ്ഞ കമ്പനി? കമ്പനിയുടെ പേര് പറയാൻ എന്നിട്ട് കമ്പനിയുടെ പേര് കൊടുക്കാം. അല്ല, കമ്പനിയുടെ പേര് പറയാത്തതിന്റെ കാരണം അത് ആ ഒരു കമ്പനിയിലേക്ക് ചുരുക്കലായിരിക്കും.